നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നും നിരവധി വാർത്തകളുള്ള ഒരു ദിവസം തന്നെയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് തന്നെയാണ്. ഇന്നും മഴ കനക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. പലയിടങ്ങളിലും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ജാഗ്രത കൈവിടാറായിട്ടില്ല. വെള്ളക്കെട്ടുകളും മഴക്കെടുതികളും ഒക്കെ രൂക്ഷം തന്നെയാണ്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമൊക്കെ മഴ കനക്കാൻ തന്നെയാണ് സാധ്യത. ഇന്ന് 7 ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. 7 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയും നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി ഇടങ്ങളിൽ പല ഇടവിട്ടുള്ള മഴ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു ഘട്ടം തന്നെയാണ്. മാത്രമല്ല വിഴിഞ്ഞത്തും മുതലപ്പുഴയിലുമൊക്കെ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ ഒളിവിലിരുന്ന ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും ഒക്കെ വെല്ലുവിളിക്കുന്ന അർജുൻ ആയങ്കിക്കായി ഊർജിത തിരച്ചിലിലാണ് പോലീസ്. എന്തായാലും ഇന്ന് അർജുനെ കണ്ടെത്താനാകുമോ എന്നൊക്കെ കണ്ടറിയേണ്ടി വരും. പ്രേക്ഷകർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്താ ദിനത്തിലേക്ക് കടക്കാം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. സംസ്ഥാനത്ത് നിന്നും കനത്ത മഴ തുടരും. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും തീവ്ര മഴയ്ക്ക് സാധ്യത. 7 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട്, 7ഇടത്ത് യെല്ലോ അലർട്ട്. 7 ജില്ലകൾക്ക് ഇന്ന് അവധി. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. തിരുവനന്തപുരം വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും വള്ളം മറിഞ്ഞ് കാണാതായവർക്കായി ഇന്നും തിരച്ചിൽ. നീണ്ടകരയിൽ കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായി 9ാം ദിവസവും തിരച്ചിൽ. സംഘത്തിൽ മത്സ്യത്തൊഴിലാളികളും. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ച സംഭവത്തിൽ കണ്ണൂർ കളക്ടറുടെ റിപ്പോർട്ട് ഇന്ന്. കോഴിക്കോട് കിനാറൂർ കുറുമ്പയിൽ പുന്നത്തറ മലയിൽ റോഡിന് സമീപം മണ്ണിടിയുന്ന ദൃശ്യങ്ങൾ അമൃത ന്യൂസിന്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ള പ്രദേശത്ത് വീണ്ടും ഒരു ക്വാറി. ആശങ്കയോടെ നാട്. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല ഒരാഴ്ചയായി വെള്ളക്കെട്ടിൽ. ഒളിവിലിരുന്ന ആഭ്യന്തരമന്ത്രിയെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും അടക്കം വെല്ലുവിളിച്ച ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കി. തൃശൂർ കേന്ദ്രീകരിച്ച തിരച്ചിൽ ഊർജിതം. സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകളുമായി സജീവം. മുട്ടിന് വെടിവെച്ചാലും മുട്ടുകുത്തില്ലെന്നും തന്നെ ഇങ്ങനെയാക്കിയത് സിസ്റ്റമെന്നും അർജുൻ. എയിംസ് സ്ഥാപിക്കാൻ കോട്ടയം ജില്ല പരിഗണിക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ പുതിയ പ്രസ്താവനയിൽ ആശങ്കയുമായി കോഴിക്കോട് കിനാലൂർ നിവാസികൾ. എയിംസിന്റെ പേരിൽ മുൻ സർക്കാർ നടപടിയെടുത്ത ഘട്ടത്തിൽ സ്ഥലം വിട്ടു നൽകിയത് 194 കുടുംബങ്ങൾ. 6 വർഷമായി അത്യാവശ്യമായി ഭൂമി വിൽക്കാൻ പോലും കഴിയാത്ത ദുരവസ്ഥയിൽ നാട്ടുകാർ. ഇന്ത്യ ഉൾപ്പെടെയുള്ള 5 രാജ്യങ്ങൾക്ക് 100% തീരുവ ചുമത്താനുള്ള തീരുമാനത്തിന് അമേരിക്കൻ സെനറ്റിന്റെ അംഗീകാരം. തീരുവ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി തുടരുന്ന രാജ്യങ്ങൾക്ക്. സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ച സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനും. രാജ്യങ്ങളുടെ പരമാധികാരങ്ങൾക്കെതിരായ ആക്രമണങ്ങളെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാൻ ധാരണ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്ത് നിന്നും അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. 7 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും തീവ്ര മഴയ്ക്കാണ് സാധ്യത. അപകട സാധ്യത മുൻനിർത്തി കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. സംഘത്തിൽ മത്സ്യത്തൊഴിലാളികളെയും ഉൾപ്പെടുത്തും. 8 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് എബി ജോൺ തോമസ്, കോട്ടയത്ത് നിന്ന് പ്രശാന്ത് ജോസഫ്, ഒപ്പം ഇടുക്കിയിൽ നിന്ന് MC ബോബനും ചേരുന്നുണ്ട്. ആദ്യം എബി ജോൺ തോമസിലേക്കാണ്. എബി, സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. 7 ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. 7 ജില്ലകളിൽ അവധിയും നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അപകട സാധ്യത മുൻനിർത്തി മത്സ്യബന്ധനത്തിനൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കാണാതായവർക്കായുള്ള തിരച്ചിലും തുടരുകയാണല്ലോ. എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ? അശ്വതി, 5 ദിവസത്തേക്കുള്ള മഴ മുന്നറിയിപ്പാണ് വന്നിരുന്നത്. അതിൽ ഇന്നലെയും ഇന്നുമായിട്ടാണ് ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യത കണക്കാക്കി അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ പക്ഷേ അലർട്ടുകളൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. അത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇന്നിപ്പോൾ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ
ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതാണ്ട് മധ്യ കേരളവും ഒപ്പം തന്നെ വടക്കൻ കേരളവും അതിശക്തമായിട്ടുള്ള മഴ ഇന്ന് ലഭിക്കും എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ ബാക്കിയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. താരതമ്യേന മെച്ചപ്പെട്ട രീതിയിലുള്ള മഴ ലഭിക്കും. ഒപ്പം തന്നെ 50 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശാനുള്ള സാധ്യത കൂടി ഈ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ 2 ദിവസങ്ങളിലായിട്ട്. വരുന്ന ദിവസങ്ങളിൽ പക്ഷേ മഴയുടെ ശക്തി കുറയുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ കടലിൽ കാണാതായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തന്നെയാണ്. അത് ഇന്ന് രാവിലെ 5:00 കൂടി തന്നെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെയൊക്കെ നമ്മൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ മുതലപ്പുഴയിൽ ഉൾപ്പെടെ കണ്ടിരുന്നു. അവിടെ റോഡ് ഉപരോധിച്ചുകൊണ്ട് തന്നെ ഒരു വലിയ സമരത്തിലേക്ക് തന്നെ പ്രദേശവാസികളും ഈ കടലിൽ കാണാതായ ഷിജിന്റെ കുടുംബവും ഒക്കെ തന്നെ സമരത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒടുവിൽ മന്ത്രി വരെ അവിടെ എത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തായാലും മന്ത്രി ഇന്നും അവിടേക്ക് എത്തുമെന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിനൊരു തീർപ്പാകുന്നത് വരെ താൻ അവിടെ തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു വാഗ്ദാനം ഇന്നലെ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. മന്ത്രി CP ജോൺ അവിടെ ഇന്ന് എത്തും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും രാവിലെ 5:00 കൂടി തന്നെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വിഴിഞ്ഞത്ത് നിന്നും കാണാതായിട്ടുള്ള ജോണിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലും ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഈ തെരച്ചിലിൽ മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം നേരത്തെ ഈ ഫിഷറീസിന്റെ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടേക്ക് പോകുന്ന ഘട്ടത്തിൽ വളരെ വേഗം പോയി തിരിച്ചു വന്നു. കടലിൽ പ്രക്ഷുബ്ധമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ അവിടേക്ക് എത്താൻ കഴിയാത്ത നിലയുണ്ടായിരുന്നു. തുടങ്ങിയിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിസന്ധികളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ കൂടി ഉൾപ്പെടുത്തണം ഈ തെരച്ചിൽ സംഘത്തിന്റെ കൂടെ എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത്. അങ്ങനെ 10 മത്സ്യത്തൊഴിലാളികളെ ഈ തെരച്ചിൽ സംഘത്തിന്റെ കൂടെ ചേർത്തിരിക്കുന്നു. ഇവരെ താൽക്കാലികമായി കളക്ടറേറ്റിലെ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂടെ ഇവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ളൊരു സംഘമായി രൂപീകരിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിവരമെന്ന് പറയുന്നത്. അങ്ങനെ തെരച്ചിൽ തുടരുന്നു. എന്തായാലും ഇന്നത്തെ ഈ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതാണ്ട് 8ഓളം ജില്ലകൾക്കാണ് ഇന്ന് അവധി വന്നിരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, തൃശൂർ, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾക്കാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുന്നത്. വയനാട് ജില്ലയിൽ പക്ഷേ ബാക്കിയുള്ളിടത്തെല്ലാം പൂർണ്ണമായും അവധിയാകുമ്പോൾ വയനാട് ജില്ലയിൽ സ്പെഷ്യൽ ക്ലാസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ ഇല്ല എന്നത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. മഴ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മഴയുടെ ശേഷമുള്ള മഴയുടെ ദുരന്തങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അശ്വതി, രേബിയാണ് വിശദാംശങ്ങൾ നൽകിയത്. രബി സൂചിപ്പിച്ചതുപോലെ തന്നെ മഴയൊന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തന്നെ മഴ ദുരിതങ്ങൾ തുടരുകയാണ്. ഒപ്പം തന്നെ ഈ ജാഗ്രത കൈവിടാതിരിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ്. കാരണം എപ്പോഴാണ് സ്ഥിതിഗതികൾ മാറി മറിയുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ പോലും സാധിക്കില്ല. അത്തരത്തിൽ ഏത് നിമിഷവും ഒരു കനത്ത മഴ പ്രതീക്ഷിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ സാഹചര്യങ്ങൾ മാറിമറിയാം. പലയിടത്തും വെള്ളക്കെട്ടുകൾ ഇപ്പോഴും രൂക്ഷമാണ്. ഇനി കോട്ടയം ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല വെള്ളത്തിനടിയിലായിട്ട് ഒരാഴ്ച പിന്നിടുകയാണ്. ദിവസങ്ങളോളം ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നത് നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കും. 13,000-ഓളം പേരാണ് ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ജില്ലയിൽ ഇപ്പോഴും ഓറഞ്ച് അലർട്ട് തുടരുന്നത് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. പ്രശാന്ത് ജോസഫാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രശാന്ത്, ഒരാഴ്ചയോളമായി പലയിടങ്ങളും ഇപ്പോഴും കോട്ടയം ജില്ലയിൽ വെള്ളത്തിനടിയിലാണ്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യം തുടരുന്നത്? 13,000-ഓളം പേരാണല്ലോ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ജില്ലയിൽ ഇപ്പോൾ മഴയുടെ ഒരു സാഹചര്യം എങ്ങനെയാണ്? അശ്വതി, ഇന്നലെ രാത്രിയും കോട്ടയം ജില്ലയിൽ എല്ലായിടത്തും തന്നെ മഴയുണ്ടായിരുന്നു എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കിഴക്കൻ മേഖലയിലും ശക്തമായ മഴ ഇന്നലെ രാത്രിയിൽ പല സ്ഥലങ്ങളിലും ലഭിച്ചിരുന്നു. എന്നാൽ ഒറ്റപ്പെട്ട മഴകളാണ് അല്ലെങ്കിൽ ഇടവിട്ട മഴകളാണ് എന്നുള്ളതാണ് ആശ്വാസകരം. ജില്ലയിൽ ഇന്നും ഓറഞ്ച് അലർട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴ കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഇപ്പോൾ നടന്നു വരുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയായി മാറുന്നുമുണ്ട്. കാരണം റോഡുകളുടെ പുനരുദ്ധാരണം, വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പല മേഖലകളിലും നടന്നു വരുന്നുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ ഈ മഴ വലിയ തടസ്സമായി മാറുന്നുണ്ട്. അതേസമയം പടിഞ്ഞാറൻ മേഖലയിലേക്ക് വന്നാൽ 1-ാം തീയതി തുടങ്ങിയ വെള്ളക്കെട്ടാണ് ഇന്നിപ്പോൾ 8-ാം തീയതി എത്തി നിൽക്കുമ്പോഴും വെള്ളക്കെട്ടിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ജലനിരപ്പ് ഉയർന്നു നിന്നിരുന്ന സാഹചര്യത്തിൽ നിന്നും ഏകദേശം ഒരു 3 അടിയോളം മാത്രമാണ് ജലനിരപ്പ് താഴ്ന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടയം കുമരകം റോഡിന്റെ ഭാഗമായിട്ടുള്ള ഇല്ലിക്കലിലാണ്. ഇവിടെ ഈ റോഡിൽ ഇപ്പോഴും വെള്ളം കയറി കിടക്കുകയാണ്. ചെറിയ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. എന്നാൽ പോലും ഇത് വലിയ വെല്ലുവിളിയായി മാറുകയാണ്. പക്ഷേ ഈ ജലനിരപ്പ് എത്രത്തോളം ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ റോഡിലെ ഈ വെള്ളക്കെട്ട് തന്നെ. ഇപ്പോൾ പടിഞ്ഞാറൻ മേഖലയിൽ ഈ ഒരാഴ്ചയായി നിലനിൽക്കുന്ന
ഈ വെള്ളക്കെട്ട് മൂലം ജനങ്ങൾ വലിയ ദുരിതത്തിലായി മാറിയിരിക്കുകയാണ്. ഒരാഴ്ചയായി വെള്ളം കയറി പല വീടുകളുടെയും അവസ്ഥയൊക്കെ ഇപ്പോൾ എന്തായി മാറിയിരിക്കുന്നു എന്നുള്ള ആശങ്ക ജനങ്ങൾക്ക് തീർച്ചയായും ഉണ്ട്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ 13,000-ഓളം ആളുകൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. അതിലേറെ ആളുകൾ ബന്ധുവീടുകളിലും മറ്റുമായി കഴിഞ്ഞു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ ഇത് ഒരു ആരോഗ്യ ഭീഷണിയും ശക്തമാണ്. ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം വലിയ തോതിലുള്ള വീടുകളിൽ കഴിയുന്നവർക്കും അല്ലെങ്കിൽ ഇനി തിരികെ വീടുകളിലേക്ക് എത്തുന്നവർക്കുമൊക്കെ വലിയ തോതിലുള്ള ആരോഗ്യ ഭീഷണി നിൽക്കുന്നുണ്ട്. ഓരോ വെള്ളക്കെട്ടും കഴിയുമ്പോൾ ഓരോ പ്രളയവും കഴിയുമ്പോൾ വന്നടിയുന്ന മാലിന്യങ്ങളും മറ്റും മൂലം വലിയ തോതിലുള്ള പകർച്ചവ്യാധികൾ പടരാനുള്ള സാഹചര്യവും മുന്നിലുണ്ട്. അതുമാത്രമല്ല വലിയ തോതിലുള്ള നാശനഷ്ടത്തിനും സാധ്യതയുണ്ട്. കാർഷിക മേഖലയിൽ, ഈ പടിഞ്ഞാറൻ മേഖലയിലെ കാർഷിക മേഖലയിൽ അത് ഇപ്പോൾ നെൽകൃഷി അടക്കമുള്ള കാര്യങ്ങൾ വളരെ പരിമിതമായി മാത്രമേ ഇപ്പോൾ ഈ സമയത്തുള്ളൂ എങ്കിലും മറ്റ് കൃഷികളൊക്കെ ഈ വെള്ളക്കെട്ടിൽ നിന്നും നശിച്ചു പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതേപോലെ തന്നെ റോഡുകളുടെ അവസ്ഥ, വീടുകളുടെ കെട്ടിടങ്ങളുടെയൊക്കെ അവസ്ഥ വലിയ പരിതാപകരമായി മാറുന്ന അവസ്ഥയാണ്. ഇവയ്ക്കൊക്കെ ബലക്ഷയം നേരിടാനും പല സ്ഥലങ്ങളിൽ റോഡുകളൊക്കെ ഇടിഞ്ഞു താഴാനുമുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അങ്ങനെ ഈ വെള്ളക്കെട്ട് തുടരുമ്പോൾ അത് വലിയ തോതിലുള്ള ആരോഗ്യ ഭീഷണിയും ഒപ്പം തന്നെ നാശനഷ്ടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനുമുള്ള ഒരു സാഹചര്യം തന്നെയാണ്. അത് ഇന്നും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ്. ഇടയ്ക്കിടെ മഴ പെയ്യുന്നുണ്ട്. ഈ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനിയും ശക്തമായ ഒരു മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ ജലനിരപ്പ് വീണ്ടും ഉയരുന്നത് അത് വലിയ തോതിൽ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം എപ്പോഴും കാര്യക്ഷമമായി തന്നെ തുടരുന്നുണ്ട്. 139 ക്യാമ്പുകൾ ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിൽ 13,000-ഓളം ആളുകളാണ് കഴിഞ്ഞു വരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം വീടുകളിലേക്ക് മടങ്ങിയെത്തുക എന്നുള്ളതാണ്. ആളുകൾ മുമ്പൊക്കെ കരുതിയിരുന്നത് ഒരു വെള്ളപ്പൊക്കം വന്നാൽ 4 ദിവസത്തിനുള്ളിൽ വെള്ളമിറങ്ങി എല്ലാം പഴയപടിയിലേക്ക് തിരികെ എത്തുമെന്നുള്ള ഒരു കണക്കുകൂട്ടലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ ഈ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കുന്നു. 8ാമത്തെ ദിവസം എത്തി നിൽക്കുമ്പോഴും ജലനിരപ്പിൽ കാര്യമായ വ്യത്യാസമില്ല. അത് ഈ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വലിയ ആശങ്ക തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അശ്വതി, എന്തായാലും കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ ഒരാഴ്ചയോളമായി തുടരുന്ന വെള്ളക്കെട്ടിന് ഇപ്പോഴും ശമനമായിട്ടില്ല. ദിവസങ്ങളോളം ഇങ്ങനെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നതൊക്കെ ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല. ഇപ്പോഴും നിരവധി ആളുകൾ, അതായത് 13,000-ഓളം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഇവർക്ക് എപ്പോഴത്തേക്ക് വീടുകളിലേക്കൊക്കെ മടങ്ങാൻ സാധിക്കുമെന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം ഈ വെള്ളം ഇറങ്ങാത്തൊരു സാഹചര്യത്തിൽ ഏത് നിമിഷവും സ്ഥിതിഗതികൾ വഷളായേക്കാം. ആ ഒരു സാഹചര്യത്തിൽ വീടുകളിലേക്കൊക്കെ മടങ്ങിപ്പോകുന്നത് ചിലപ്പോൾ അപകടം ക്ഷണിച്ചു വരുത്താൻ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷിതരായിരിക്കേണ്ടത് ഈ ഒരു ഘട്ടത്തിൽ അത്യാവശ്യം തന്നെയാണ്. ഓറഞ്ച് അലർട്ടാണ് ഇപ്പോഴും ജില്ലയിൽ തുടരുന്നത്. പ്രശാന്ത് ജോസഫാണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി കൊല്ലത്തേക്ക് പോവുകയാണെങ്കിൽ കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരുകയാണ്. പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തിയുള്ള തിരച്ചിലാണ് ഇനി നടക്കാൻ പോകുന്നത്. തിരച്ചിൽ ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങൾ കൊല്ലത്ത് നിന്ന് സുധീഷ് കുമാർ നൽകും. സുധീഷ്, ഏകദേശം 9 ദിവസത്തോളം ആകുന്നു അല്ലേ ഈ ഗൗതം കൃഷ്ണയെ കടലിൽ കാണാതായിട്ട്? എങ്ങനെയാണ് ഇന്ന് തിരച്ചിൽ മുന്നോട്ട് പോവുക? വിശദാംശങ്ങൾ. തീർച്ചയായും കഴിഞ്ഞ ദിവസം കോസ്റ്റ് ഗാർഡിന്റെയും ഉൾപ്പെടെ ഡ്രോണുകളും മറ്റും ഹെലികോപ്റ്ററുകളും മറ്റും ഉപയോഗിച്ചുള്ള തെരച്ചിലായിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നത്. ഏതായാലും തെരച്ചിൽ ഇന്നും തുടരും. തെരച്ചിൽ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലിലേക്ക് ഇപ്പോൾ കടക്കാൻ പോകുന്നത്. ഏതായാലും ഈ മത്സ്യത്തൊഴിലാളികൾക്കാവുമ്പോൾ ഈ പ്രദേശത്തെ ഒരു അവസ്ഥ കൂടുതൽ കൃത്യമായി അറിയുന്നതിന് സാധിക്കുമെന്ന കണക്കൂട്ടൽ തന്നെയാണ് ഈ മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലിലേക്ക് കടക്കുന്നത്. ഏതായാലും ജൂലൈ 31-നാണ് ഈ മത്സ്യബന്ധന വള്ളം നീണ്ടകര ഭാഗത്ത് മറിഞ്ഞ് ഗൗതം കൃഷ്ണ ഉൾപ്പെടെ 14ഓളം പേരാണ് അന്ന് അപകടത്തിൽപ്പെട്ടത്. ഗൗതം കൃഷ്ണന്റെ അച്ഛനും അപ്പൂപ്പനും ഉൾപ്പെടെയുള്ളവർ ആ അപകടത്തിൽ മരിക്കുകയും ചെയ്തിരുന്നു. അവരുടെ മൃതശരീരങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെയാണ് ലഭിച്ചിരുന്നത്, അന്വേഷണത്തിൽ ലഭിച്ചത്. പിന്നീട് ഈ ഗൗതം കൃഷ്ണയെ ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ചിരുന്ന ബോട്ടിന് ഉൾവശത്ത്, ബോട്ട് മറിഞ്ഞു കിടന്ന ബോട്ടിനടിയിൽ ഒരു മൃതദേഹം ഉണ്ടായിരുന്നത്. അത്തരത്തിൽ വലയിൽ കുടുങ്ങിയ നിലയിലും ഒക്കെ ആയിരുന്നു രണ്ട് മൃതദേഹങ്ങളിൽ അവിടെ നിന്നും ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കടൽ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തിൽ കൂടി ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ എവിടേക്ക് മാറിയിരിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കണക്കൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നത്തെ തിരച്ചിൽ വീണ്ടും ആരംഭിക്കുക. ഏതായാലും ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് നീണ്ടകര ഹാർബർ, അതായത് നീണ്ടകര തുറമുഖം എന്ന് പറയുന്നത് അഷ്ടമുടി കായലുമായി ചേരുന്ന ഒരു പ്രദേശം കൂടി ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ കായൽ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടത്തിയിരുന്നു. 2 ചെറിയ വള്ളങ്ങളിലായി കായലിലൂടെയൊക്കെയുള്ള മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ള സംഘം നടത്തിയ തിരച്ചിലുകളും പക്ഷേ ഫലം കണ്ടിരുന്നില്ല. ഏതായാലും ഇന്ന് തിരച്ചിൽ 9ാം ദിവസം പിന്നിടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളെ തുടർന്ന് ഗൗതം കൃഷ്ണയുടെ അമ്മ നടത്തിയ പ്രതിഷേധങ്ങളൊക്കെ തുടർന്ന് കൂടുതൽ ശക്തമായ ഒരു തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടിയാണ് ഇന്നും ശ്രമിക്കുന്നത്. ശരി, എന്തായാലും നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുകയാണ്. പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെയൊക്കെ കൂടി ഉൾപ്പെടുത്തിയാണ് ഇന്ന്
തെരച്ചിൽ ശക്തമാക്കുന്നത്. സുധീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ ഇന്ന് തുറക്കും. തമിഴ്നാട് കമ്പം താഴ്വരയിലെ കൃഷിഭൂമിയിലേക്ക് വെള്ളം തുറന്നുവിടുന്നതിനാണ് തേക്കടി ഷട്ടർ തുറക്കുന്നത്. സാധാരണ ജൂൺ 1-നാണ് ഷട്ടർ തുറക്കുക. ഇത്തവണ നീരൊഴുക്ക് കുറഞ്ഞതിനാലാണ് 2 മാസത്തിലധികം വൈകിയത്. എം സി ബോബൻ വിശദാംശങ്ങൾ നൽകും. ബോബൻ, മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുകയാണ്. എപ്പോഴാണ് അണക്കെട്ട് തുറക്കുക? ജില്ലയിൽ മഴയുടെ ഒരു സാഹചര്യമൊക്കെ എങ്ങനെയാണ്? നിലവിൽ ഈ ജലനിരപ്പ് ഏത് ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്? അശ്വതി, ഇത്തവണ കാലവർഷത്തിന്റെ തുടക്കം ദുർബലമായത് കേരളത്തെ മാത്രമല്ല തമിഴ്നാടിനെയും ഏറെ ബാധിച്ചിരുന്നു. തമിഴ്നാട്ടിൽ കൃഷിക്ക് പോലും വെള്ളം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സാധാരണ മുല്ലപ്പെരിയാർ വെള്ളത്തെ ആശ്രയിച്ചുകൊണ്ടാണ് തമിഴ്നാട്ടിലെ 5 ജില്ലകൾ, മധുര, തേനി, ദിണ്ടിഗൽ, രാമനാഥപുരം തുടങ്ങിയ 5 ജില്ലകളിൽ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ചാണ് കൃഷി നടത്തിയിരുന്നത്. എന്നാൽ ജൂൺ 1-ാം തീയതിയാണ് എല്ലാ വർഷവും മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം തുറന്നുവിട്ടിരുന്നതും. എന്നാൽ ഇത്തവണ ജലനിരപ്പ് തീരെ താഴെയായിരുന്നു മുല്ലപ്പെരിയാറിൽ. അതുകൊണ്ട് തന്നെ 2 മാസം വൈകിയാണ് ഇപ്പോൾ മുല്ലപ്പെരിയാറിന്റെ തേക്കടി ഷട്ടർ തുറന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. കമ്പം ജില്ലയിലെ 14,707 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ഇറക്കുന്നതിനായാണ് ഈ വെള്ളം എടുക്കുക. രാവിലെ 10:30യോടുകൂടി തമിഴ്നാട്ടിൽ നിന്നും തേനി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം തേക്കടി ഷട്ടർ തുറക്കുന്നതിനായി എത്തും. പൂജകൾക്ക് ശേഷം, കർഷക സംഘടനകളുടെയും മറ്റും പൂജകൾക്ക് ശേഷമാണ് തേക്കടി ഷട്ടർ തുറക്കുക. മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഇപ്പോൾ 122 അടി മാത്രമാണ്. 136 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നെങ്കിൽ മാത്രമേ, അതിന് മുകളിലേക്ക് വന്നെങ്കിൽ മാത്രമേ മുല്ലപ്പെരിയാറിന്റെ സ്പിൽവേ ഷട്ടറുകളിലൂടെ വെള്ളം പെരിയാറ്റിലേക്ക് ഒഴുകൂ. അതുകൊണ്ട് തന്നെ പെരിയാർ തീരവാസികൾ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പൂർണ്ണമായും തമിഴ്നാട്ടിലേക്ക് തന്നെയാണ് ഈ വെള്ളം പോകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ചില സമയങ്ങളിൽ ഒറ്റപ്പെട്ട മഴ പെയ്യുന്നുണ്ട്. രാത്രിയിലും ഒറ്റപ്പെട്ട മഴയുണ്ടായിരുന്നു. എങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. മഴ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണിയുള്ളൂ. 2 ദിവസമായി ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കും കുറഞ്ഞിട്ടുണ്ട്. ഇടുക്കി അണക്കെട്ടിലും 50% അടുത്ത് മാത്രമാണ് ഇപ്പോൾ ജലനിരപ്പുള്ളത്. അശ്വതി. ശരി, എന്തായാലും മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് തുറക്കുകയാണ്. തമിഴ്നാട് കമ്പം താഴ്വരയിലെ കൃഷിഭൂമിയിലേക്ക് വെള്ളം ഇതിന്റെ ഭാഗമായാണ് ഇന്ന് ഷട്ടർ തുറക്കുന്നത്. സാധാരണ ജൂൺ മാസത്തിലാണ് ഷട്ടർ തുറന്നിരുന്നതെങ്കിൽ ഇപ്പോൾ നീരൊഴുക്ക് കുറഞ്ഞതാണ് 2 മാസം വൈകാൻ കാരണമായത്. എം സി ബോബനാണ് വിശദാംശങ്ങൾ നൽകിയത്. കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കുറഞ്ഞതോടെ അപ്പർ കുട്ടനാട്ടിൽ ജനങ്ങൾ ആശ്വാസത്തിലാണ്. വെള്ളം ഇറങ്ങി തുടങ്ങിയതോടെ നെടുമ്പ്രം തിരുവല്ല റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. മഴയ്ക്ക് ശമനമായതും പമ്പ, മണിമല നദികളിലെ ജലനിരപ്പ് താഴ്ന്നതുമാണ് ജനങ്ങൾക്ക് ആശ്വാസമായി മാറിയത്. ദിവസങ്ങളായി അപ്പർ കുട്ടനാടിനെ വലച്ച കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കുറഞ്ഞതോടെ തലപടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളം പതുക്കെ ഇറങ്ങി തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളത്തിനടിയിലായിരുന്ന നിരവധി റോഡുകളിലും വീടുകളുടെ പരിസരങ്ങളിലും വെള്ളം ഗണ്യമായി കുറഞ്ഞു. ജലനിരപ്പ് താഴ്ന്നതോടെ വെള്ളക്കെട്ടിനെ തുടർന്ന് തടസ്സപ്പെട്ടിരുന്ന നെടുമ്പ്രം തിരുവല്ല സംസ്ഥാന പാതയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇതോടെ തിരുവല്ല ഭാഗത്തേക്കുള്ള യാത്രാ സൗകര്യം സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തി. അമ്പലപ്പുഴ തിരുവല്ല KSRTC ബസ് സർവീസുകളും വീണ്ടും ആരംഭിച്ചതോടെ യാത്രക്കാർക്കും ദുരിതാശ്വാസ പ്രവർത്തകർക്കും കൂടുതൽ ആശ്വാസമായി. വെള്ളം ഇറങ്ങിത്തുടങ്ങിയതോടെ ക്ഷേത്രങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ, വീടുകൾ എന്നിവിടങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങളും സജീവമായി. ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ജീവനക്കാരും ഭക്തരും ചേർന്ന ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്ത് ക്ഷേത്രാങ്കണം വൃത്തിയാക്കി. പ്രളയത്തിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കി ദൈനംദിന പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് വിവിധയിടങ്ങളിൽ പുരോഗമിക്കുന്നത്. അതേസമയം താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നതിനാൽ ദുരിതാശ്വാസ ക്യാമ്പുകളുടെയും കഞ്ഞി വീഴ്ത്തൽ കേന്ദ്രങ്ങളുടെയും പ്രവർത്തനം തുടരുകയാണ്. വീടുകളിലേക്ക് മടങ്ങുന്നവർ വൈദ്യുതിയും കുടിവെള്ള സംവിധാനങ്ങളും സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ പ്രവേശിക്കാവൂ എന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ദിവസങ്ങളായുള്ള പ്രളയ ദുരിതത്തിന് ശേഷം വെള്ളം ഇറങ്ങി തുടങ്ങുകയും പ്രധാന റോഡുകളിലെ ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തതോടെ അപ്പർ കുട്ടനാട്ടിൽ സാധാരണ ജീവിതം ക്രമേണ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. അമൃത ന്യൂസ്, ആലപ്പുഴ. വെള്ളക്കെട്ടിനൊപ്പം തന്നെ മണ്ണിടിച്ചിൽ ഭീതിയും പലയിടങ്ങളിലും രൂക്ഷമാണ്. കോഴിക്കോട് കിനാലൂർ കുറുമ്പയിൽ പുന്നത്തറ മലയിൽ റോഡിന് സമീപം മണ്ണിടിച്ചിലുണ്ടായി. മണ്ണിടിച്ചിലിന്റെ ദൃശ്യങ്ങൾ അമൃത ന്യൂസിന് ലഭിച്ചു. മഴക്കാലത്ത് ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശത്ത് പുതിയൊരു ക്വാറിക്ക് കൂടി അനുമതി നൽകിയതോടെ നാടൊന്നടങ്കം ആശങ്കയിലാണ്. അടുത്ത ഒരു മഴയ്ക്ക് വയലടയിലെ മലയോരവും ഉരുളെടുക്കുമെന്ന ഭീതി നെഞ്ചിലേറ്റിയാണ് കിനാലൂർ കുറുമ്പോയിൽ പ്രദേശവാസികൾ മുന്നോട്ടു നീങ്ങുന്നത്. ശക്തമായ മഴ മണ്ണിടിച്ചിലിന്റെ രൂപത്തിൽ അതിന്റെ ലക്ഷണങ്ങളും കാട്ടിത്തുടങ്ങി. പുന്നത്തറ ഭാഗത്ത് റോഡിന്റെ ഒരു ഭാഗം തന്നെ അപകട ഭീഷണിയിലാക്കിക്കൊണ്ട് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ മലവെള്ളം വന്നിട്ടാണ് ഈ ഇടിച്ചിൽ മുഴുവൻ വരുന്നത്. യാതൊരു സേഫ്റ്റി ഈ ഭാഗത്തില്ല.
ഇതിൻ്റെ മുകളിൽ 5-6 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇവരൊക്കെ വീട് ഭയങ്കര ഭീഷണിയിലാണ്. ഇപ്പോൾ പ്രദേശം എന്ന് പറഞ്ഞാൽ ഈ റോഡ് കട്ടായി കഴിഞ്ഞാൽ മേലോട്ടുള്ള ബന്ധം മൊത്തം വിട്ടുപോകും. മുകളിൽ കുറേ കുടുംബങ്ങൾ താമസിക്കുന്ന വയനാട് പ്രദേശത്ത് അവിടെ ഒന്നും എത്തിപ്പെടാൻ പിന്നെ കഴിയാതെയാവും. നിലവിൽ വയലടയിൽ ഒരു കരിങ്കൽ കോറി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ മറ്റൊരു കോറിക്കും കൂടി അനുമതി ലഭിച്ച് തുടർ നടപടികൾ ആരംഭിച്ചത് പ്രദേശത്തുകാരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. 2 കോറിയാണ് വരാൻ പോകുന്നത്. ഒന്ന് വരാൻ പോകുന്നുണ്ട്. അതിനെ ഞങ്ങളിങ്ങനെ സമരം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതും കൂടി വന്നാൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാകുക. ഒരു പുതിയ കോറി വരിക എന്ന് പറയുന്നത് അത് ജനങ്ങൾ പേടിക്കുന്നൊരു സംഗതി തന്നെ. ഈ സംഗതി ഇതിങ്ങനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് വളരെ ഭീകരമായിട്ടുള്ള സ്ഥിതിയാണ്. ഭാവിയിൽ ഇത്തരത്തിലെ ഒരു കോറി മുന്നോട്ടേക്ക് വരരുത് എന്നുള്ളത് തന്നെയാണ്. വയനാട് പോലെ പരിസ്ഥിതി ലോല പ്രദേശമായ ഈ ഒരു സ്ഥലത്ത് കോറിക്ക് അനുമതി നൽകുകയും അത് തുടരുകയുമാണെങ്കിൽ തീർച്ചയായും ഒരു ഉരുൾപൊട്ടൽ ഇവിടെ വരുമെന്നാണ് നാട്ടുകാർ ആശങ്ക പങ്കുവെക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു അടിയന്തര നടപടിയെടുക്കണമെന്നാണ് എല്ലാവരും ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. സജി തറയിലിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. വെള്ളപ്പൊക്ക ദുരിതത്തിൽ നിന്ന് പതുക്കെ കരകയറാൻ ശ്രമിക്കുകയാണ് പത്തനംതിട്ട എഴീക്കോട് ഉന്നതിയിലെ നിവാസികൾ. പ്രദേശം മുങ്ങിയിട്ടും ക്യാമ്പുകളിലേക്ക് മാറാനാകാതെ വീടുകളുടെ മുകൾ നിലകളിൽ ഭീതിയോടെ കഴിയുകയായിരുന്നു ഇവർ. വെള്ളമിറങ്ങിയെങ്കിലും കിണറുകളിലടക്കം മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ കടുത്ത കുടിവെള്ളക്ഷാമത്തിലാണ് പ്രദേശം. സർക്കാരിന്റെ സഹായമെത്താത്ത സാഹചര്യത്തിൽ സന്നദ്ധ സംഘടനകളാണ് തങ്ങൾക്ക് ഏക ആശ്വാസമായത് എന്ന പരാതിയും ഇവിടത്തുകാർക്കുണ്ട്. വന്നില്ലല്ലോ, നമ്മളിപ്പോ ചെന്ന് പറയാനൊക്കുവോ? അവര് വന്ന് നോക്കണ്ടേ? വെള്ളം വരുമ്പോൾ അവർ വന്ന് നോക്കണ്ടേ? അവർ വന്നില്ല, ഇതുവരെ വന്നിട്ടില്ല. വൃത്തിയാക്കാൻ ഒരുപാട് സമയമെടുത്തു. അടുക്കളയൊക്കെ കയറി, ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു അടുക്കളയിൽ. അതൊക്കെ കയറിയപ്പോൾ പെട്ടെന്ന് ഇറങ്ങിയോണ്ട് ഞങ്ങൾ അന്നേരം തന്നെ കണ്ടിട്ട് ആ വെള്ളത്തിൽ നിന്നുകൊണ്ട് പാതകമല്ലേ അവിടെ നിന്നുകൊണ്ട് ആഹാരമൊക്കെ പാകം ചെയ്തു ഞങ്ങൾ കഴിച്ചു. പിന്നെ ഗ്യാസ് വെക്കുന്നതുകൊണ്ട് അതിനകത്തൊക്കെ കൂട്ടാനൊക്കെ വെച്ച് അങ്ങനെ തന്നെ ഇവിടെ അങ്ങ് കഴിഞ്ഞ് ക്യാമ്പിൽ പോയില്ല. അതുകൊണ്ട് അവർ ഞങ്ങളെ നോക്കിയില്ല. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉന്നതിയായ പത്തനംതിട്ട എഴീക്കാട് ഉന്നതിയിൽ വെള്ളപ്പൊക്കം വിതച്ച ദുരിതം വാനോളമാണ്. ദുരന്തമുഖത്ത് ജനങ്ങൾക്ക് തുണയാകേണ്ട സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു സഹായവും ലഭിച്ചില്ലെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ പ്രധാന ആക്ഷേപം. ഇപ്പോഴത്തെ അവസ്ഥ വെള്ളമിറങ്ങിയെങ്കിലും നമുക്ക് കുടിവെള്ളമില്ല. കിണറുകളെല്ലാം ഈ മുങ്ങി കഴിഞ്ഞപ്പോൾ ഈ അടുത്തടുത്ത വീടുകളുണ്ട്. ഈ അടുത്ത മലിനജലങ്ങളെല്ലാം നമ്മുടെ അത് കിണറിനകത്ത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കുടിക്കാൻ വെള്ളമില്ല. ഇവിടെ ആരും വന്നിട്ടില്ല. വില്ലേജിൽ നിന്ന് വന്നിട്ടില്ല, പഞ്ചായത്തിൽ നിന്ന് വന്നിട്ടില്ല, മറ്റ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥരും ഇവിടെ വന്നിട്ടില്ല. പട്ടിണിയിലായ ഇവർക്ക് ആശ്വാസവുമായി എത്തിയത് ചില സന്നദ്ധ സംഘടനകൾ മാത്രമാണ് എന്നും ഇവർ പറയുന്നു. വെള്ളം പതുക്കെ ഇറങ്ങി തുടങ്ങിയതോടെ ആളുകൾ വീടുകൾ ശുചീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ കിണറുകളിലെല്ലാം മലിനജലം നിറഞ്ഞുകിടക്കുകയാണ്. ശുദ്ധജലം ലഭിക്കാതെ കടുത്ത കുടിവെള്ളക്ഷാമമാണ് പ്രദേശം നേരിടുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഞങ്ങളൊന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ശരി നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ഒന്ന് നോക്കാൻ പോലും, വെള്ളം താണ് ഇത്രയും ദിവസമായല്ലോ, ഒന്ന് നോക്കാൻ പോലും ഒരു ഗവൺമെൻറ് സംവിധാനം ഇല്ലാത്ത ഒരു അവസ്ഥയാണിതുള്ളത്. അപ്പോൾ അതിന് ആവശ്യമായ പരിഗണന എല്ലാവർക്കും കിട്ടുന്നില്ല. അതാണ് അത്. ചിലർക്കൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ വീടുകളിൽ നമ്മുടെ ഈ ഇവിടെ ക്യാമ്പുകളിലൊക്കെ അധികൃതരുടെ ഭാഗത്തു നിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് എഴീക്കാട് ഉന്നതിയിലെ ജനങ്ങൾക്ക് പറയാനുള്ളത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. കാസർകോട്ടെ തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷമായിട്ട് ദിവസങ്ങളായി. ഉദുമ ജന്മ കടപ്പുറത്ത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനുകളടക്കം തിരയടിച്ച് തകർന്നു. ഓരോ വർഷകാലത്തും MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പ്രദേശം സന്ദർശിക്കുന്നതല്ലാതെ ശാശ്വതമായ പരിഹാരം നടപടികളില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏക്കർ കണക്കിന് വരുന്ന തെങ്ങിൻ തോപ്പ് കടലിന്റെ ഭാഗമായി മാറിയ ഉദുമ ജന്മ കടപ്പുറത്ത് നിന്ന് അനൂപ് നീലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഉദുമ ഗ്രാമപഞ്ചായത്തിലെ ജന്മ കടപ്പുറം മുതൽ കൊപ്പൽ ബീച്ച് വരെയുള്ള പ്രദേശത്ത് കടലാക്രമണം രൂക്ഷമായിരിക്കുകയാണ്. ഏതാണ്ട് 2 കിലോമീറ്ററോളം വരുന്ന സ്ഥലത്ത് ഇപ്പോൾ പാടെ തെങ്ങുകൾ പൊഴിഞ്ഞുപോയൊരു അവസ്ഥയാണുള്ളത്. തിരയടിച്ചൽ ശക്തമായി തുടരുകയാണ്. കഴിഞ്ഞ 3 ദിവസത്തിലധികമായി തുടരുന്ന കടലാക്രമണത്തിൽ ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരമുള്ള കുടിവെള്ള പൈപ്പ് ലൈൻ അടക്കം തകർന്നതാണ് എനിക്ക് മുന്നിലായി കാണുന്നത്. നിരവധി തെങ്ങുകൾ കടപുഴകി വീണു. ഏക്കർ കണക്കിന് സ്ഥലമാണ് ഇവിടെ ജന്മാക്കടപ്പുറത്ത് നഷ്ടമായിരിക്കുന്നത്. നല്ലോണം തെങ്ങും പോയി, കുറേ സ്ഥലവും പോയി. ഇപ്പോൾ ആ കടയുടെ അടുത്ത് ഞങ്ങൾ കടൽ വരും നിറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഉസറില്ല.
ഇത്ര പേര് നമ്മ ആക്കിയിട്ട് എൻ്റെ മക്കളാക്കിയിട്ട് ഏകദേശം ഒരു 10-15 പോവും, അതിനെക്കാട്ടിയും പോവും. എന്ത് ചെയ്യല്, നമ്മ ഇങ്ങനെ സഹിച്ച് നിൽക്കുന്നു. എന്ത് ചെയ്യല്, ഞങ്ങൾ എല്ലാ കൊല്ലം ഇങ്ങനെ പറയലെന്നെ. ഇങ്ങനെ ഈ മഴക്കാലത്ത് വന്നിട്ട് നോക്കിയിട്ട് പോന്ന്. മഴക്കാലം കഴിഞ്ഞേ പിന്നെ അതിൻ്റെ ഭാഗത്ത് തിരിഞ്ഞ് നോക്കുന്നില്ല. അപ്പം പിന്നെന്ത് ചെയ്യല്, ഞങ്ങൾ അങ്ങനെ സഹിച്ച് നിൽക്കലല്ലേ. മഴക്കാലത്ത് കടലാക്രമണം ശക്തമാകുമ്പോൾ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ കാലാകാലങ്ങളിലായി കടലോരം സന്ദർശിക്കുന്നതല്ലാതെ മറ്റു നടപടികളൊന്നും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. അനൂപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർകോട്ടെ തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷമായിട്ട് ദിവസങ്ങളോളമായി വലിയ ഭീതിയിലും ഒക്കെ തന്നെയാണ് പ്രദേശത്തെ ജനങ്ങളുള്ളത്. കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനുകളടക്കം തിരയിൽ തകർന്നു. ഓരോ വർഷവും MLA മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എത്തിയിട്ടും പരിഹാരമാകുന്നില്ല എന്നാണ് നാട്ടുകാരൊക്കെ തന്നെ ആരോപിക്കുന്നത്. മറ്റു വാർത്തകൾ കാണാം. ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ ശക്തമാകുന്നു. ഡൽഹിയിൽ റെഡ് അലർട്ട് തുടരുകയാണ്. അടുത്ത 24 മണിക്കൂർ ഇടവിട്ട ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയത് മണിക്കൂറുകളോളം ഗതാഗത തടസ്സത്തിന് കാരണമായിട്ടുണ്ട്. യമുന നദിയുടെ തീരത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലും മഴ തുടരുകയാണ്. ഉയർന്ന മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒളിവിലിരുന്ന ആഭ്യന്തരമന്ത്രിയെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും അടക്കം വെല്ലുവിളിച്ച് ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കി. തൃശൂർ കേന്ദ്രീകരിച്ച തിരച്ചിൽ ഊർജിതം. സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകളുമായി സജീവമാണ് അർജുൻ. മുട്ടിന് വെടിവെച്ചാലും മുട്ടുകുത്തില്ലെന്നും തന്നെ ഇങ്ങനെയാക്കിയത് സിസ്റ്റമെന്നും അർജുൻ പറയുന്നു. ഹരീഷ് നാരായൺ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഹരീഷ്, അർജുൻ ആയങ്കി ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളോടൊക്കെ തന്നെ പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും, അതായത് ഈ തൃശ്ശൂരിൽ ഇപ്പോഴും അർജുൻ ഉണ്ട് എന്നുള്ളൊരു നിഗമനത്തിലാണ് ആ പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലാ അതിർത്തികൾ മുഴുവൻ നിരീക്ഷണത്തിലാണ്. ഒരു തരത്തിലും തൃശ്ശൂർ വിട്ട് അർജുൻ പുറത്തേക്ക് പോകരുത് എന്നുള്ളൊരു ദൃഢനിശ്ചയം പോലീസിനുണ്ട്. കാരണം അങ്ങനെ പോവുകയാണെങ്കിൽ ഇയാൾ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയും പോലീസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഈ തൃശ്ശൂരിലെ ഗ്രാമീണ മേഖലകളിലൊക്കെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ തന്നെ ഈ ജില്ലയിൽ തന്നെ ഇയാൾ ഉണ്ട് എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. കഴിഞ്ഞ രാത്രിയിലടക്കം ഇത്തരത്തിലുള്ള പട്രോളിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതേസമയം തന്നെ ഈ ഒളിവിൽ ഉള്ള സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകളുമായി അർജുൻ ആയങ്കി മുന്നോട്ട് വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം കമ്മീഷണർ പറഞ്ഞിരുന്നു, ഏതെങ്കിലും സാഹചര്യത്തിൽ തോക്ക് ഉപയോഗിക്കേണ്ടി വന്നാൽ അത് ഉപയോഗിക്കുക തന്നെ ചെയ്യണം എന്നുള്ളൊരു ഉത്തരവ് സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ദേശ്മുഖ് അത്തരത്തിൽ നൽകിയിരുന്നു. ഇതിന് മറുപടിയുമായാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതായത് മുട്ടിന് വെടിവെച്ചാലും മുട്ടുകുത്തില്ല എന്നുള്ളൊരു പോസ്റ്റുമായാണ് അർജുൻ ആയങ്കി വന്നത്. തന്നെ വലിയ ഒരു ക്രിമിനൽ കുറ്റവാളിയെ കാണുന്ന രീതിയിലാണ് പോലീസ് കാണുന്നത് അടക്കമുള്ള സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റുകൾ കഴിഞ്ഞ ദിവസം അർജുൻ ആയങ്കി ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇട്ടിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള തിരച്ചിൽ കഴിഞ്ഞ ദിവസം ഈ തെക്കിൻകാട് മൈതാനത്തിൽ ഇത്തരത്തിൽ ഈ അർജുൻ ആയങ്കി ഉണ്ട് എന്നുള്ളൊരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തുകയും അർജുൻ ആയങ്കിയുടെ സഹോദരനെ ഇവിടെ നിന്നും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ആ അർജുൻ ആയങ്കി തൃശ്ശൂരിലേക്ക് എത്തിയ വാഹനവും ഇവിടെ നിന്നും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ ടോൾ പ്ലാസ കടന്ന അർജുൻ ആയങ്കി ഇങ്ങോട്ട് എത്തി എന്നുള്ള കണ്ടെത്തൽ പോലീസ് എത്തിയത്. എന്തായാലും ഇപ്പോൾ ഈ ജില്ല മുഴുവൻ വലിയ രീതിയിലുള്ള തിരച്ചിൽ തുടരുകയാണ്. എന്തായാലും അർജുൻ ആയങ്കി ഒളിവിലിരുന്ന് ആഭ്യന്തരമന്ത്രിയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശൂർ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അർജുനായുള്ള അന്വേഷണം തുടരുന്നത്. മുട്ടുമടക്കില്ല എന്നുള്ള വെല്ലുവിളികളൊക്കെ തന്നെയാണ് ഇപ്പോൾ അർജുൻ ആയങ്കി FBയിലൂടെയൊക്കെ നടത്തുന്നത്. ഹരീഷ് നാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്. എയിംസ് സ്ഥാപിക്കാൻ കോട്ടയം ജില്ല പരിഗണിക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ പുതിയ പ്രസ്താവനയിൽ ആശങ്കയുമായി കോഴിക്കോട് കിനാലൂർ നിവാസികൾ. എയിംസിനായി കഴിഞ്ഞ സർക്കാർ നടപടിയെടുത്ത ഘട്ടത്തിൽ സ്ഥലം വിട്ടു നൽകിയ 194 കുടുംബങ്ങളാണ് കിനാരിലുള്ളത്. 6 വർഷമായി തങ്ങളുടെ ഭൂമി വിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. സ്വപ്നം കണ്ട വീടിന്റെ പണി തീരും മുന്നെയാണ് പ്രദേശത്ത് എയിംസിനായി സ്ഥലം വിട്ടു നൽകേണ്ടി വരുമെന്ന് കുറുമ്പോയിൽ സ്വദേശി ലിനീഷ് തിരിച്ചറിഞ്ഞത്. വീടിനു മുന്നിൽ മഞ്ഞക്കുറ്റി സ്ഥാപിച്ചതോടെ പണി നിർത്തി 15 സെന്റ് സ്ഥലവും വീടും വിട്ടു നൽകാൻ മനസ്സില്ലാ മനസ്സോടെ തയ്യാറെടുത്തു. എന്നാൽ എയിംസ് വന്നതുമില്ല, വീടുപണിയാകട്ടെ പൂർത്തീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. വീടിന് ലോൺ എടുക്കാൻ സാധിക്കുന്നില്ല, വീടിൻ്റെ പണി പൂർത്തിയാക്കുന്നു. എൻ്റെ വീട് തന്നെ ഇപ്പോൾ ഒരു പകുതിയോളം വീട് പണി, ഒരു ഒറ്റ റൂമേ ഉള്ളൂ. ഞങ്ങൾ വീട്ടിൽ 5 ആളുണ്ട്.
അമ്മയ്ക്കൊന്നും കിടക്കാൻ ശരിക്കും റൂമില്ല. അപ്പോൾ മേലോട്ട് എടുത്തിട്ട പടി കിടക്കുക. അപ്പോൾ ഇത് വരുമല്ലോ എന്നുള്ള ഒരു ഇത് അറിയാത്തതുകൊണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് കിനാലൂരിൽ വരിക എന്നുള്ളതാണ് ഞങ്ങളെ ആവശ്യം. എയിംസിന്റെ പേരിൽ സ്വപ്നങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവരാണ് കിനാലൂരിലെ കുറുമ്പോയിൽ പ്രദേശവാസികൾ. 2020 കിനാലൂരിൽ എയിംസിനായി LDF സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ ആരംഭിച്ചത്. അന്നു മുതൽ ഇവർ കാത്തിരിപ്പിലാണ്. നിലവിൽ പദ്ധതി കോട്ടയത്തേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾ സ്ഥലം വിട്ടു നൽകിയവരെ കടുത്ത ആശങ്കയിലാക്കിയിരിക്കുകയാണ്. കേരളത്തിൽ എയിംസ് വരികയാണെങ്കിൽ കിനാലൂർ തന്നെ വരുമെന്നുള്ള ഉറപ്പ് പറഞ്ഞിരുന്നായിരുന്നു. അതുകൊണ്ട് ഇവിടെയുള്ള സ്ഥലം വിൽപ്പനയ്ക്കോ കുട്ടികളുടെ കല്യാണത്തിന് ലോൺ എടുക്കാൻ അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ എയിംസ് വരികയാണെങ്കിൽ കിനാലൂർ തന്നെ വരണം. അതാണുള്ള ഇവിടെയുള്ള പൊതുവെ ജനങ്ങളുടെ ഒരു അഭിപ്രായം. എയിംസിന് വേണ്ടി സ്ഥലം വിട്ടു നൽകിയവരാണ് നിലവിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. എയിംസ് കോഴിക്കോട് കിനാലൂരിൽ വരുമെന്ന പ്രതീക്ഷയായിരുന്നു ഇത്രയും നാൾ. നിലവിൽ കോട്ടയത്താണ് എയിംസ് വരുമെന്ന് സർക്കാർ പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ തങ്ങൾ എന്ത് ചെയ്യണമെന്ന ചോദ്യമാണ് ഈ പ്രദേശവാസികൾ ഒന്നടങ്കം ചോദിക്കുന്നത്. സജി തറയിലിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. കല്യാൺ സിൽക്സിന്റെ ഓണക്കോടിക്കൊപ്പം 2 കോടിയും എന്ന സമാന പദ്ധതിയുടെ ആദ്യ നറുക്കെടുപ്പ് നടന്നു. തിരുവനന്തപുരം പാളയം കല്യാൺ സിൽക്സിൽ നടന്ന ചടങ്ങിൽ മന്ത്രിമാരായ CP ജോൺ, ബിന്ദു കൃഷ്ണ എന്നിവർ ചേർന്ന് ആദ്യ നറുക്കെടുപ്പ് നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ഷേർലി, ചലച്ചിത്രതാരം കിഷോർ സത്യ എന്നിവർ പങ്കെടുത്തു. 7 ടൊയോട്ടോ ഗ്ലാൻസ കാറുകൾ, 7 ഹോണ്ട ആക്ടീവ സ്കൂട്ടറുകൾ, എയർ കണ്ടീഷണറുകൾ എന്നിവയാണ് വിജയികൾക്ക് സമ്മാനമായി നൽകിയത്. ഓഗസ്റ്റ് 25 വരെ തുടരുന്ന സമ്മാന പദ്ധതിയിൽ 25 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് വിജയികൾക്ക് ബമ്പർ സമ്മാനമായി നൽകുന്നത്. ഗോപു നന്ദിലത്ത് ജിമാർട്ടിന്റെ 66ാമത് ഹൈടെക് ഷോറൂം എറണാകുളം ചെറായിൽ ഉദ്ഘാടനം ചെയ്തു. വൈപ്പിൻ നിയോജക മണ്ഡലം MLA ടോണി ചമണി നിരവധി പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നന്ദിലത്ത് ജിമാർട്ട് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത്, കുടുംബാംഗങ്ങളായ അർജുൻ നന്ദിലത്ത്, ഐശ്വര്യ നന്ദിലത്ത് എന്നിവർ ചേർന്ന ചടങ്ങിൽ ഭദ്രദീപം തെളിയിച്ചു. ചെയർമാൻ ഗോപു നന്ദിലത്ത് വിപണനോദ്ഘാടനം നിർവഹിച്ചു. ചെറായിൽ ശ്രീ ഗൗരീശ്വര ക്ഷേത്രത്തിനെതിരെയാണ് ഈ അത്യാധുനിക ഹോം അപ്ലയൻസസ് ഷോറൂം ഒരുക്കിയിരിക്കുന്നത്. ഗോപു നന്ദിലത്ത് ജിമാർട്ടിൻ്റെ 66ാമത് ഹൈടെക് ഷോറൂമാണ് ഞങ്ങളിന്ന് എറണാകുളം ചെറായിക്ക് സമർപ്പിച്ചത്. വിൽപ്പനയിലും വിൽപ്പനാന്തര സേവനത്തിലും മികച്ചു നിൽക്കുന്ന ഗോപു നന്ദിലത്ത് ജിമാർട്ട് ഈ ഓണക്കാലത്ത് നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ ചെറായിൽ വന്നെത്തിയത്. ഈ ഓണക്കാലത്ത് ലക്ക ഓഫറിലൂടെ ഗോപു നന്ദിലത്ത് ജിമാർട്ട് നറുക്കെടുപ്പിലൂടെ 25 മാരുതി കാറുകളും 100 ഗോൾഡ് കോയിൻ 1 ഗ്രാം, അതുപോലെ 100 സിൽവർ കോയിൻ, അതേപോലെ തന്നെ 100 വാഷിംഗ് മെഷീൻ, 100 LED TV ഇതെല്ലാം ഗോപു നന്ദിലത്ത് ജിമാർട്ട് നറുക്കെടുപ്പിലൂടെ നൽകുന്നു. കസ്റ്റമേഴ്സാണ് ഞങ്ങളെ വളർത്തിയത്. ഞങ്ങളുടെ ഈ വളർച്ചയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സിനോട് ഞങ്ങൾക്ക് നന്ദി പറയാനുണ്ട്. കാരണം ഇത്രയും വർഷം ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾക്ക് തന്ന ഒരു പ്രോത്സാഹനമാണ് ഓരോ ജില്ലകളിലുമായിട്ട് നിരവധി ഷോറൂമുകൾ ഞങ്ങൾ തുറക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. ഈ ഓണക്കാലത്ത് നമ്മൾ പ്രൈസ് ചലഞ്ചുമായിട്ടാണ് ഗോപു നന്ദിലത്ത് ജിമാർട്ട് വന്നിരിക്കുന്നത്. പ്രൈസ് ചലഞ്ച് എന്ന് ഉദ്ദേശിച്ചാൽ മറ്റെവിടെയും കിട്ടില്ല. അതുപോലത്തെ പ്രൈസായിരിക്കും ഗൃഹോപകരണങ്ങൾക്കായാലും ഈവൻ മൊബൈലിനായാലും നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. 4 തലമുറയുടെ കസ്റ്റമേഴ്സാണ് നമുക്കുള്ളത്. വളരെ അട്രാക്റ്റീവ് സ്കീമുകളിൽ കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് ഫിനാൻസ് ചെയ്തെടുക്കാനും, പിന്നെ അതുപോലെ ഡിസ്പ്ലേയിലായാലും ഒരു വൈഡ് റേഞ്ച് ഡിസ്പ്ലേയാണ് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. AI ടെക്നോളജി പ്രൊഡക്റ്റുകൾ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും ഈ ഓണക്കാലത്ത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് നൽകുകയാണ്. ഗോപു നന്ദിലത്ത് ജിമാർട്ട് 44 വർഷമായിട്ട് ഈ ഇലക്ട്രോണിക് ഇതിൽ നിൽക്കുകയാണ്. ഇത്രയും വർഷം ഗോപു നന്ദിലത്ത് ജിമാർട്ട് ഞങ്ങളുടെ ജനങ്ങൾ ഞങ്ങളെ കൈപ്പിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ഗോപു നന്ദിലത്ത് ജിമാർട്ട് ഇന്ന് കേരളത്തിലെ തന്നെയല്ല സൗത്ത് ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ 1 സ്ഥാപനമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഗോപു നന്ദിലത്ത് ജിമാർട്ട് ഇന്ന് ഇലക്ട്രോണിക് വിൽപ്പനകളിൽ കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും എല്ലാ വീടുകളിലും ഗോപു നന്ദിലത്ത് ജിമാർട്ടിൻ്റെ ഒരു പ്രൊഡക്റ്റെങ്കിലും ഉണ്ടായിരിക്കും ഇത്രയും വർഷത്തിനിടയിൽ. അത് ഗോപു നന്ദിലത്ത് ജിമാർട്ടിൻ്റെ പ്രത്യേകതയാണ്. മാത്രമല്ല നമ്മുടെ കസ്റ്റമർക്ക് ഈ ഓണക്കാലത്ത് ഗോപു നന്ദിലത്ത് ജിമാർട്ടിൽ ലഭിക്കുന്ന ലാഭത്തിൻ്റെ 3/4 പങ്കും ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ടും ഓഫറുകളും ഗിഫ്റ്റുകളുമായി ഞങ്ങൾ നൽകുകയാണ്. ഗോപു നന്ദിലത്ത് ജിമാർട്ടിലൂടെ ഞങ്ങളോട് സഹകരിച്ച എല്ലാ മാന്യ ഉപഭോക്താക്കൾക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാണ്. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യപൂർണ്ണമായ ഓണാശംസകൾ. താങ്ക് യു. UAE-ലെ പ്രീമിയം ജ്വല്ലറി ബ്രാൻഡായ നിഷ്ക മൊമെന്റ്സ് ഇന്ത്യയിലെ ആദ്യ ഷോറൂമുമായി കോഴിക്കോട് എത്തുന്നു. മാവൂർ റോഡിലെ പുതിയ ഷോറൂമിന്റെ ഗ്രാൻഡ് ലോഞ്ച് ഓഗസ്റ്റ് 29-ന് തെന്നിന്ത്യൻ താരം തമന്ന ഭാട്ടിയ നിർവഹിക്കും. 2040-നുള്ളിൽ വിവിധ രാജ്യങ്ങളിലായി 100 ഷോറൂമുകളുള്ള ആഗോള ജ്വല്ലറി ബ്രാൻഡായി മാറുക എന്നതാണ് നിഷ്ക ലക്ഷ്യമിടുന്നത്.
ദുബായ്, ഷാർജ, അബുദാബി ഷോറൂമുകളിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കി UAE-യിലെ ഏറ്റവും വിശ്വസ്തമായ ജ്വല്ലറി ബ്രാൻഡായ നിഷ്ക മൊമെന്റ്സ് ഒടുവിൽ ഇന്ത്യയിലും വേരുപടർത്താൻ ഒരുങ്ങുകയാണ്. കോഴിക്കോട് മാവൂർ റോഡിലാണ് നിഷ്കയുടെ ഇന്ത്യയിലെ ആദ്യ ഷോറൂം തുറക്കുന്നത്. ഓഗസ്റ്റ് 29 വൈകിട്ട് 4 മണിക്ക് ചലച്ചിത്രതാരം തമന്ന ഭാട്ടിയ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അന്താരാഷ്ട്ര ജ്വല്ലറി അനുഭവം നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്ത പുതിയ ഷോറൂമിൽ സ്വർണം, ഡയമണ്ട് എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. കോഴിക്കോട്ടെ ഷോറൂമിന് പിന്നാലെ തലശ്ശേരിയിലും ബംഗളൂരുവിലുമടക്കം പുതിയ 15 ഷോറൂമുകളാണ് ഇന്ത്യയിൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും വൈവിധ്യമാർന്ന ജ്വല്ലറി കളക്ഷനുകളാണ് ഷോറൂമിൽ എത്തിക്കുകയെന്നും ചെയർമാൻ നിഷിൻ തസ്ലിം CM വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യയിലെ ഞങ്ങളുടെ ഫസ്റ്റ് ബ്രാഞ്ചാണ്. ഇന്ത്യയിൽ ഞങ്ങൾ ഏകദേശം 50ഓളം ബ്രാഞ്ചുകളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ആദ്യത്തെ ബ്രാഞ്ച് നമ്മൾ കോഴിക്കോടാണ്, പിന്നീട് കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ്, അതുപോലെ നമ്മൾ പിന്നീട് കർണാടകയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മേജറായിട്ട് സൗത്ത് ഇന്ത്യയിലാണ് നമ്മൾ എക്സ്പാൻഷൻ ചെയ്യുന്നത്. IPO ലക്ഷ്യം കൊണ്ടാണ് നമ്മൾ ഈ ഒരു സംരംഭം ഇവിടെ ആരംഭിക്കുന്നത്. ഇതിൻ്റെ തുടക്കം കുറിക്കുകയാണ് ഇതിൻ്റെ നമ്മൾ ബ്രാഞ്ചിൻ്റെ എക്സ്പാൻഷന്. തുടർന്ന് തന്നെ ഉടനെ മറ്റ് സ്ഥലങ്ങളിൽ കൂടി ഞങ്ങൾ ബ്രാഞ്ചുകൾ ഉടനെ തന്നെ പ്രവർത്തനം ആരംഭിക്കും. കോഴിക്കോട്ടെ ഷോറൂം ഇന്ത്യൻ വിപണിയിലേക്കുള്ള ബ്രാൻഡിന്റെ വിപുലീകരണത്തിലെ സുപ്രധാന നാഴികക്കല്ലായി മാറുമെന്ന പ്രതീക്ഷയാണ് നിഷ്ക പങ്കുവയ്ക്കുന്നത്. നിഷ്ക ബ്രാൻഡ് ലോഞ്ച് ഇവന്റ് കടവ് റാവിസ് ഹോട്ടലിൽ നടന്നു. ചെയർമാൻ നിഷിൻ തസ്ലിമിനൊപ്പം മാനേജിംഗ് ഡയറക്ടർ റിസ്വാൻ ഷിറാസ്, വ്യവസായ പ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. വയനാട്ടിൽ നിന്നും ലോകത്തേക്ക് വളർന്ന മോറികോപ്പ് ഗ്രൂപ്പിന്റെ വിശ്വാസ പാരമ്പര്യം തുടരുന്ന ബ്രാൻഡാണ് നിഷ്ക മൊമെന്റ്സ് ജ്വല്ലറി. അമൃത ന്യൂസ്, കോഴിക്കോട്. കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ശൃംഖലയായ RK വെഡിംഗ് മാളിന്റെ കണിയാപുരത്തെ നവീകരിച്ച ഷോറൂം ഓഗസ്റ്റ് 12 ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10:30 വിപുലമായ ചടങ്ങുകളോടുകൂടിയായിരിക്കും ഉദ്ഘാടനം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി വമ്പൻ ഓഫറുകളും RK വെഡിംഗ് മാൾ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ദിവസം ആദ്യമെത്തുന്ന 1000 സ്ത്രീകൾക്ക് വെറും ₹1 ബ്രാൻഡഡ് ടോപ്പും ആദ്യമെത്തുന്ന 1000 പുരുഷന്മാർക്ക് ₹1 ബ്രാൻഡഡ് ടീഷർട്ടും ലഭിക്കും. കൂടാതെ പ്രത്യേക ഓഫറുകളും ആകർഷകമായ സമ്മാന പദ്ധതികളും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ സൗകര്യങ്ങളോടെ നവീകരിച്ചാണ് കണിയാപുരത്തെ ഷോറൂം ഉപഭോക്താക്കൾക്കായി സമർപ്പിക്കുന്നതെന്ന് RK വെഡിംഗ് മാൾ അധികൃതർ അറിയിച്ചു. പൊതുവേദികളിൽ നേതാക്കളുടെ സ്ത്രീ കേന്ദ്രീകൃതമായ വിവാദ പരാമർശങ്ങൾ അതിർവരമ്പുകൾ ലംഘിക്കുന്നു. ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. കാണാം. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രമുഖരായ 2 രാഷ്ട്രീയ വ്യക്തിത്വങ്ങളിൽ നിന്ന് സ്ത്രീകൾക്കെതിരായി ഉണ്ടായ 2 വിവാദ പരാമർശങ്ങൾ ഇന്ന് വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നു. ഒന്ന്, മന്ത്രി CP ജോൺ സംസ്ഥാനത്തെ പ്രിയദർശിനി സൗജന്യ യാത്ര ഉപയോഗിക്കുന്ന സ്ത്രീകൾക്കെതിരെയും മറ്റൊന്ന് തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ പ്രമുഖ നടിക്കെതിരായ വിവാദ പരാമർശവും. ലിംഗസമത്വവും പ്രതിപക്ഷ ബഹുമാനവും ഒക്കെ വാരിക്കോരി പ്രസംഗിക്കുന്ന നേതാക്കൾ അതിലൂടെ ഭരണത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പദവികളിൽ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ പെരുമാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ ദിവസമാണ് ഈ സംസ്ഥാനത്ത് ഇപ്പോൾ CP ജോൺ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ പ്രിയദർശിനി യാത്രയുമായി ബന്ധപ്പെട്ട സൗജന്യ യാത്രയിൽ സ്ത്രീകളെ അങ്ങേയറ്റം അവഹേളിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തിയത്. CP ജോൺ നമുക്കറിയാം വലിയ രാഷ്ട്രീയ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ വലിയ നല്ല രീതിയിൽ അന്തസ്സായ ഭാഷയൊക്കെ സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അതിനുമപ്പുറം സമൂഹത്തെക്കുറിച്ചൊക്കെ വിശദമായി പഠിച്ച് അതിൻ്റെ സാമ്പത്തിക വശങ്ങളെക്കുറിച്ചും ജെൻഡറിനെ കുറിച്ചൊക്കെ ഒരുപാട് പഠിച്ച് ബേസിക്കലി കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുന്ന ഒരു നേതാവാണ്. ഒന്ന് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഉദയനിധി സ്റ്റാലിൻ്റെ തൃശയ്ക്കെതിരായ ദ്വയാർത്ഥ പരാമർശം, അതിൽ അദ്ദേഹം അറസ്റ്റിലാകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ പൊതുവേദികളിൽ ആരെയാണോ സമൂഹം മാതൃകയാക്കേണ്ടത് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഭരണ പദവികളിൽ ഇരിക്കുന്നവർ പാലിക്കേണ്ട അല്ലെങ്കിൽ ഒരു മൂല്യബോധത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങളെല്ലാം മറന്നുകൊണ്ടുള്ള ഒരു ഇതാണ് നമ്മൾ സംസ്ഥാനത്ത് നമ്മുടെ അയൽ സംസ്ഥാനത്തൊക്കെ കണ്ടത്. അപ്പോൾ വാവിട്ട വാക്കാണ് അത്.
എത്ര ഖേദം പ്രകടിപ്പിച്ചാലും മാപ്പ് പറഞ്ഞാലും അത് നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ തീവ്രത അതുപോലെ തന്നെ നിലനിൽക്കും. പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ആരെ ആയിക്കോട്ടെ, അവർ എന്ത് പറയണം എന്ത് പറയേണ്ട എന്ന് സ്വയം ഒന്ന് വിലയിരുത്തേണ്ട ഒരു സമയം കൂടിയാണ്. കാരണം ഒരു വിവാദ പരാമർശം അല്ലെങ്കിൽ കൂടി എല്ലാ വാക്കുകളും സ്ക്രീൻ ചെയ്യപ്പെടുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് സർക്കാരിൻ്റെയും പ്രത്യേകത ഈ വലിയ സ്ത്രീ സൗഹൃദം പറഞ്ഞ് അധികാരത്തിലേറി എന്നുള്ളതാണ്. അപ്പോഴാണ് അധികാരം കിട്ടിയ ശേഷം ഇവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ കൂടിയല്ലേ ഈ പുറത്ത് വരുന്നത്. കാരണം രാഷ്ട്രീയമായി പ്രതിയോഗികളെ നേരിടുക എന്നുള്ളത് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അവിടെയും സ്ത്രീകളെ ഇന്നത്തെ കാലത്തും അപമാനിക്കുന്നു എന്നുള്ളത് എത്രത്തോളം പ്രാകൃതമായിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം വിലയിരുത്തേണ്ടത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും കൃത്യമായൊരു മറുപടി എന്ന് പറയുന്നത് സ്ത്രീകൾ എന്ന് പറയുന്ന സ്ത്രീകളെ, സമൂഹത്തെ അല്ലെങ്കിൽ ആ വിഭാഗത്തെ ഇപ്പോഴും ഒരു ഉപഭോഗ വസ്തുവായി തന്നെ കാണുന്നു. അതുതന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം. ലിംഗസമത്വമാണ്, 21-ാം നൂറ്റാണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒപ്പത്തിനൊപ്പം നിർത്തുന്നു, തോളോട് തോൾ ചേർത്ത് നിർത്തുന്നു, അവർക്ക് വേണ്ടി അത് ചെയ്യുന്നു, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇപ്പോഴും പുരുഷ മേധാവിത്വം അല്ലെങ്കിൽ പുരുഷ മേൽക്കോയ്മ കൂടുതലുള്ള ആ സമൂഹം തന്നെയാണ്. ആ പുരുഷ മേധാവിത്വത്തിൻ്റെ ആ മേൽക്കോയ്മയുടെ ആ മനോഭാവം തന്നെയാണ് സ്വാഭാവികമായിട്ടും, ഇതൊന്നും ഇൻറ്റൻഷ്യലി ഒരുപക്ഷെ പറയുന്നത് സ്വാഭാവികമായിട്ടും അത് പുറത്തു വരുന്ന വാക്കുകളാണ്. ഈ രണ്ട് നേതാക്കളും, അതായത് CP ജോൺ ആണെങ്കിലും ശരി, ഉദയനിധി സ്റ്റാലിൻ ആണെങ്കിലും ഒരു പൊതുവേദിയിൽ നിൽക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഉദയനിധി സ്റ്റാലിൻ തൃഷയ്ക്കെതിരെ വ്യക്തമായ അല്ലെങ്കിൽ പേരെടുത്തൊരു പരാമർശം പറയുന്നില്ല. അതേസമയം വിജയുടെ പേര് പറയുന്നു. മുതലമേച്ചർ എന്തുകൊണ്ട് കാവേരിയിൽ ജലം ഒഴുക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നില്ല എന്ന കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. പക്ഷേ തൃഷയുടെ പേര് പറയുന്നില്ല. അപ്പോൾ വേദിയിൽ നിന്ന് അല്ലെങ്കിൽ പൊതുജനങ്ങളിൽ നിന്ന്, ഇരിക്കുന്ന അണികളിൽ നിന്ന് അവർ ചോദിക്കാൻ തൃഷ എന്ന പേര് പറയുകയാണ്. അപ്പോൾ ജസ്റ്റ് അണികളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കമൻറ്റ്. അതുപോലെ തന്നെ CP ജോൺ പറഞ്ഞ ആ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ പുള്ളി അതിന് പിന്നീട് നൽകുന്ന വിശദീകരണത്തിൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, സ്ത്രീകളുടെ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞതും ഈ ദാരിദ്ര്യാവസ്ഥയും തമ്മിൽ എങ്ങനെ കമ്പയർ ചെയ്യുന്ന കൂടി എനിക്ക് അത് ശ്രദ്ധിച്ച് കേൾക്കുന്ന ആർക്കും മനസ്സിലാകില്ല. സ്ത്രീകൾ നമ്മുടെ കുട്ടികളെ വലിയ സ്കൂളുകളിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളിൽ അയക്കുന്നു. പക്ഷേ ആരോഗ്യരംഗത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ അച്ഛനെയോ ഭർത്താവിനെയോ ഒക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് പറയുന്നു. അല്ലെങ്കിൽ നമ്മൾ പ്രിയദർശിനി ബസ്സിൽ ഇടിച്ച് കയറും, അതും പൈസ ഇല്ലാത്തത് കൊണ്ടാണ്. ഇതിലെവിടെയാണ് അപ്പോൾ ദാരിദ്ര്യം? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ദാരിദ്ര്യം കൊണ്ട് എൻ്റെ കുട്ടികളെയും ഞാൻ സർക്കാർ സ്കൂളിലേക്ക് അയക്കുന്നു എന്ന് വേണ്ടേ പറയാൻ? മറിച്ച് അവർ സ്കൂളുകളിലേക്ക് ഇത്രയും പൈസ കൊടുത്ത് അയക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ എവിടെയാണ് മന്ത്രി ആ ദാരിദ്ര്യം എന്ന സാധനത്തെ കമ്പയർ ചെയ്തെന്ന് നമുക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ആ ബൈറ്റ് കേൾക്കുകയായിരുന്നു. എവിടെയാണ് മന്ത്രി പറഞ്ഞത് അങ്ങനെയല്ല എന്നൊരു സ്ഥിതി വരും. പക്ഷേ ശരിക്കും അത് കേൾക്കുമ്പോൾ അതിൽ എവിടെയാണ് ക്ഷമ പറയേണ്ടതെന്നോ അല്ല എന്തിനാണ് ക്ഷമ പറഞ്ഞതെന്നോ ശരിക്കും മനസ്സിലാകുന്നു. ഒടുവിൽ അദ്ദേഹം ഉരുണ്ട് എന്തായാലും അങ്ങനെ ഒരു വാക്ക് ഖേദം പ്രകടിപ്പിച്ചുവെങ്കിൽ പോലും ആ വാക്കുകളിൽ ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞതിന് ദാരിദ്ര്യാവസ്ഥയാണ്, സ്ത്രീകളുടെ ദാരിദ്ര്യാവസ്ഥയാണ് സൂചിപ്പിച്ചതെന്ന് എനിക്ക് ഒട്ടുമേ തോന്നിയില്ല. അതുപോലെ ഉദയനിധി സ്റ്റാലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതിൽ ഖേദിക്കുന്നില്ല, ഞാൻ കാവേരി നദിയുടെ കാര്യമാണ്. പക്ഷേ ഇതിലൊക്കെ വളരെ കൃത്യമായി വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണോ മിനിസ്റ്റർ ഉദ്ദേശിച്ചത് അതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം അതായിരുന്നില്ല എന്ന് നമുക്ക് ആ ബൈറ്റ് കേൾക്കുമ്പോഴേ മനസ്സിലാക്കും. പിന്നെ ഈ രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മര്യാദ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മാന്യതയുണ്ടല്ലോ, സാധാരണ നമ്മൾ പുലർത്തി പോരുന്ന ഒന്നുണ്ട്. ഒന്ന് അന്തസ്സായിട്ടുള്ള ഭാഷ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നമ്മൾ എതിരാളികളെ നേരിടുമ്പോൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള വ്യവസ്ഥാപിതമായ ചില കാര്യങ്ങളുണ്ട്, അങ്ങനെ നേരിടുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ ഏത് ആളുകളായാലും, ഇപ്പോൾ സാധാരണ ഒരു പൗരനായാൽ പോലും ഒരു മറ്റൊരാളോട് നമുക്ക് തോന്നേണ്ട ഒരു ബഹുമാനമുണ്ട്. അപ്പോൾ ഈ സമൂഹം മാതൃകയാക്കേണ്ട അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്നവർ അത്തരത്തിലുള്ള നിലപാടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ അണികളെ ആവേശം കൊള്ളിക്കുക എന്ന് പറയുന്നുണ്ട്. അത് ഈ വ്യക്തിഹത്യ നടത്തിയിട്ടോ അല്ലെങ്കിൽ ഈ അശ്ലീല പരാമർശമോ അല്ലെങ്കിൽ ഈ അസഭ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധത പറഞ്ഞുകൊണ്ടായിരിക്കരുത്. എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഒന്നുകിൽ അവരുടെ ആദർശം അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ കൊണ്ടാണ് വേദികൾ എപ്പോഴും ആവേശം കൊള്ളിക്കേണ്ടത്. കാരണം നമ്മുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം അങ്ങനെയാണ്. ഇനി അങ്ങോട്ടുള്ള ഒരു തലമുറയും നമ്മൾ അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ ഉദയനിധി സ്റ്റാലിനെ സംബന്ധിച്ച് പറയുമ്പോൾ പെട്ടെന്നൊരു ദ്രുതഗതിയിലുള്ള ഒരു തീരുമാനം തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അത്രത്തോളം സ്ത്രീ സൗഹൃദം പറഞ്ഞുകൊണ്ടാണ് ഈ വിജയ് സത്യപ്രതിജ്ഞയിലായാലും അവരുടെ ബജറ്റ് അവതരണത്തിലൊക്കെ നമുക്കത് കാണാം. പക്ഷേ അതൊരു താരത്തിന് മാത്രമല്ല,
സാധാരണക്കാരായ എല്ലാ ആളുകൾക്കും കിട്ടേണ്ട ഒരു നീതി കൂടിയാണ്. കാരണം നമ്മളെ രാജ്യത്ത് തന്നെ മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സ്ത്രീക്കെതിരെ എന്തെങ്കിലും ഒരു പരാമർശം, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമുക്കറിയാം എത്രത്തോളമാണ് സ്ത്രീകളെ അല്ലെങ്കിൽ പല ആളുകളെയും അപമാനിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു ആവശ്യമായിട്ടുള്ള ഒരു നടപടിയായി തോന്നിയിട്ടില്ലേ? കാരണം എല്ലാ ആളുകൾക്കും മാതൃകയാക്കേണ്ട ഒരു നടപടിയാണ് ആ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അറസ്റ്റിലായത് ഒരു വലിയ മഹത്തായ പാരമ്പര്യമുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ നടത്തുമ്പോഴൊക്കെ ഇവർ ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് അമ്മയുണ്ട്, ഭാര്യയുണ്ട്, സഹോദരി. തമിഴ്നാട്ടിലാണെങ്കിൽ ഈ തായ്പാസം തങ്കച്ചി പാസം ഒക്കെ വളരെ വലിയ രീതി. അപ്പം അമ്പിളി പറഞ്ഞ ആ ആംഗിൾ, അത് വേറൊരു ആംഗിൾ കൂടി നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അതായത് വിജയ് സർക്കാർ അല്ലെങ്കിൽ TVK സർക്കാർ സഡനായിട്ടൊരു നടപടിയെടുത്തു, അല്ലെങ്കിൽ ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പക്ഷേ ഇതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ബജറ്റ്, തമിഴ്നാട് നിയമസഭയിൽ ബജറ്റ് അവതരണം നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാക്കുക, കൂടുതൽ ശ്രദ്ധ നേടുക എന്ന ഒരു ഹിഡൻ പൊളിറ്റിക്സ് കൂടി ഒരു പക്ഷേ ഉദയനിധി സ്റ്റാലിന് ഉണ്ടായിരുന്നിരിക്കാം. താമരശ്ശേരി ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടാനുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തതിന് പിന്നാലെ സമരം പുനരാരംഭിച്ച സമരസമിതി. ഫ്രഷ് കട്ട് പ്ലാന്റിലേക്ക് പോകുന്ന വഴിയിലാണ് സമരം. കമ്പനി അടച്ചുപൂട്ടുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന തീരുമാനത്തിലാണ് നാട്ടുകാരുള്ളത്. ലക്ഷ്മിപ്രിയ വിശദാംശങ്ങൾ നൽകും. ലക്ഷ്മി, ഈ പ്ലാന്റ് അടച്ചുപൂട്ടാനുള്ള ഉത്തരവിന് സ്റ്റേ വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ സമരം കടുപ്പിക്കുന്നത്. എന്താണ് ഈ സമര സമിതിയുടെ ആവശ്യം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ഇന്നലെ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ സ്ഥലത്ത് അരങ്ങേറിയിരുന്നു. ഇന്നും പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് സമരസമിതി അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇന്നലെ അവർ മുന്നോട്ട് വെച്ചത്, ഈ മാലിന്യവുമായി ലോറി മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതായത് ഈ ഒരു കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണെങ്കിൽ ഈ വാഹനം തടയുമെന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ സമരസമിതി ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്ന് കമ്പനിയും അതുപോലെ തന്നെ പോലീസും ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ ലോറി, ഈ മാലിന്യവുമായി ലോറി പുറത്തോട്ട് പോവില്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയതിന് പിന്നാലെ റോഡ് ഉപരോധം, രാത്രിയിലുള്ള റോഡ് ഉപരോധം സമരസമിതി അവസാനിപ്പിച്ചിരുന്നു. എങ്കിൽ പോലും ഇന്നു മുതൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുമെന്ന് തന്നെയാണ്, വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ, പ്രതിഷേധം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഏതായാലും ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് നമുക്ക് എടുത്തു പറയേണ്ടത്, കുറെ കാലമായി ഇവർ സമരം ചെയ്യുന്നുണ്ട്. ഇനി പുതുതലമുറ കൂടി ഇത്തരത്തിലൊരു ദുർഗന്ധം അനുഭവിക്കരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നാട്ടുകാർ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നേരത്തെ മുന്നോട്ട് നടന്നിരുന്നു. വലിയ കമ്പനിക്കെതിരെ ഒരു തീപിടുത്തത്തിൻ്റെ അടക്കം അങ്ങനെയുള്ള കാര്യങ്ങളടക്കം മുന്നോട്ടും പോയിരുന്നു. ഏതായാലും ഈ പ്രധാനമായും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഈ നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് ഫ്രഷ് കട്ട് അടച്ചുപൂട്ടുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്നാൽ ഹൈക്കോടതി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു നോട്ടീസിനെ തുടർന്ന്, അതല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ടിനെ തുടർന്ന് ഈ ഒരു ഉത്തരവ് റദ്ദാക്കുന്ന നടപടിയിലേക്കാണ് കടന്നത്. ഏതായാലും ഈ ഒരു പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുന്ന രീതിയിലേക്കാണ് സമരസമിതി പോകുന്നത്. കൂടുതൽ പ്രതിഷേധം കടുപ്പിക്കും, കൂടുതൽ നടപടികളുമായി ഇവർ മുന്നോട്ട് പോകും. ഈ കമ്പനി അടച്ചു പൂട്ടുന്നത് വരെ തന്നെ അനിശ്ചിതകാലത്തേക്ക് സമരം ചെയ്യുമെന്ന് തന്നെയാണ് നാട്ടുകാർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടാനുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്തതിനെതിരെയാണ് ഇപ്പോൾ സമരം കടുപ്പിച്ചിരിക്കുന്നത്. ഈ പ്ലാന്റ് അടച്ചുപൂട്ടുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ സമരസമിതി അറിയിക്കുന്നതും. ലക്ഷ്മിപ്രിയയാണ് വിശദാംശങ്ങൾ നൽകിയത്. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായി രാഹുൽ ഗാന്ധി ഇന്ന് വിദ്യാർത്ഥികളുമായി സംവദിക്കും. യുപിയിലെ പ്രയാഗ്രാജിലാണ് രാഹുൽ ഗാന്ധിയുടെ വിദ്യാർത്ഥി സംവാദ പരിപാടിയായ ഛാത്രോം കി ഗൂഞ്ചിൻ നടക്കുന്നത്. നേരത്തെ ഡെറാഡൂണിലും ജയ്പൂരിലും പരിപാടി നടത്തിയിരുന്നു. ജിഷ്ണു കൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരും. ജിഷ്ണു, നമുക്കറിയാം ഈ CJP പരിപാടികൾക്കടക്കം രാഹുൽ ഗാന്ധി വലിയ പിന്തുണ നൽകിയിരുന്നു. ഇപ്പോഴിതാ വിദ്യാർത്ഥികളുമായി നേരിട്ട് സംവദിക്കാനാണ് രാഹുൽ ഒരുങ്ങുന്നത്. എന്തൊക്കെ കാര്യങ്ങളാകും രാഹുൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുക? അശ്വതി, നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രക്ഷോഭം ആരംഭിക്കുകയും അത്തരത്തിൽ പരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു കോൺഗ്രസ് ഇത്തരത്തിലൊരു സംവാദ പരിപാടിക്ക് രൂപം നൽകിയത്. രാഹുൽ ഗാന്ധി നേരിട്ട് വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരിപാടി നേരത്തെ രാജസ്ഥാനിലും ഉത്തരാഖണ്ഡിലും സമാനമായ പരിപാടി രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു. ഛാത്രോം കി ഗുഞ്ചിൻ എന്ന പേര് നൽകിയിട്ടുള്ള പരിപാടിയിലൂടെ രാഹുൽ ഗാന്ധി നേരിട്ട് വിദ്യാർത്ഥികളുമായി സംവദിക്കും. പരീക്ഷാ ക്രമക്കേടുകളിൽ കോൺഗ്രസിന്റെ നിലപാടുകൾ ഈ വിദ്യാർത്ഥികളുമായി പങ്കുവെക്കുകയും ഒപ്പം ആവശ്യമായിട്ടുള്ള പിന്തുണ വിദ്യാർത്ഥികൾക്ക് നൽകും എന്നുള്ളതെല്ലാമാണ് ഈ പരിപാടിയിൽ ഉണ്ടാവുക. ഛാത്രോം കി ഗുഞ്ചിന പ്രയാഗ്രാജിൽ നടത്തുന്ന പരിപാടിക്ക് നേരത്തെ അനുമതി നൽകാൻ സാധിക്കില്ല എന്ന ഈ പരിപാടി നിശ്ചയിച്ചിരുന്ന ട്രസ്റ്റ് അല്ലെങ്കിൽ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട പാഠശാല ട്രസ്റ്റ് വ്യക്തമാക്കിയിരുന്നു. പിന്നീട് കോൺഗ്രസ് സമ്മർദ്ദം ചെലുത്തുകയും കർശന ഉപാധികളോടുകൂടിയാണ് ഇപ്പോൾ
രാഹുൽ ഗാന്ധിയുടെ ഈ വിദ്യാർത്ഥി സംവാദ പരിപാടിക്ക് അനുമതി നൽകിയിട്ടുള്ളത്. ഇന്ന് വിദ്യാർത്ഥികളുമായി സംവദിക്കുമ്പോൾ നിലവിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ സർക്കാരിന് സാധിച്ചു. പക്ഷെ പരീക്ഷാ സംവിധാനത്തിൽ വന്നിട്ടുള്ള വീഴ്ചകൾ, ഒപ്പം ഭാവിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ആശങ്കകൾ, ഇതെല്ലാം ആയിരിക്കും രാഹുൽ ഗാന്ധിയും വിദ്യാർത്ഥികളും തമ്മിൽ ചർച്ച ചെയ്യുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇത്തരത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരുമായി കാണുന്നുണ്ട്. ഡൽഹിയിൽ ഡൽഹി IIT-യിലെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും എന്നുള്ളതാണ് പ്രധാനമന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഡൽഹി IIT-യിലെ വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും സമയം ചിലവഴിക്കാൻ പോകുന്നതിന്റെ ആകാംക്ഷയിലാണ് താൻ എന്ന കാര്യവും പ്രധാനമന്ത്രി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിട്ടുണ്ട്. അശ്വതി, എന്നാലും പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായി രാഹുൽ ഗാന്ധി ഇന്ന് വിദ്യാർത്ഥികളുമായി സംവദിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് 100% തീരുവ ചുമത്താനുള്ള തീരുമാനത്തിന് അമേരിക്കൻ സെനറ്റ് അംഗീകാരം നൽകി. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് തുടർന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള 5 രാജ്യങ്ങൾക്കാണ് അധിക തീരുവ ചുമത്തിയത്. ഇന്ത്യ, ചൈന, സ്ലോവാക്യ, ഹംഗറി, അസർബൈജാൻ എന്നീ രാജ്യങ്ങളാണ് റഷ്യയിൽ നിന്ന് കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന പ്രധാന രാജ്യങ്ങൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുവാനും സെനറ്റ് തീരുമാനിച്ചു. ജനപ്രതിനിധി സഭയുടെ അംഗീകാരം കൂടി ലഭിച്ചാൽ അധിക തീരുവ ചുമത്തിയ ബില്ല് പ്രാബല്യത്തിലാകും. നിർണായകമായ ത്രിരാഷ്ട്ര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ച സൗദി അറേബ്യയും പാകിസ്ഥാനും തുർക്കിയും. അറ്റാക്ക് ഓൺ ഓൾ എന്ന വ്യവസ്ഥയാണ് കരാറിലെ പ്രധാന സവിശേഷത. കരാർ പ്രകാരം പങ്കാളിത്ത രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന സൈനിക ആക്രമണം 3 രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കും. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് എന്നിവർ പങ്കെടുത്ത സംയുക്ത പ്രതിരോധ ഉച്ചകോടിയിലാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഏതെങ്കിലും രാജ്യത്തിനെതിരെയുള്ളതല്ല കരാറെന്നും തികച്ചും തങ്ങളുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ളതാണെന്നും 3 രാജ്യങ്ങളും വ്യക്തമാക്കി. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ച് ഒട്ടും ആശ്വാസകരമായ ഒന്നല്ല ഈ കരാർ. പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള പ്രതിരോധ കരാറിലേക്ക് തുർക്കി കൂടി ചേരുന്നത് ഇന്ത്യക്ക് വെല്ലുവിളിയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഘട്ടത്തിൽ പാകിസ്ഥാന് ഡ്രോണുകളും ആയുധങ്ങളും നൽകി സഹായിച്ച രാജ്യമാണ് തുർക്കി. തുടർന്ന് ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. സംസ്ഥാനത്ത് മഞ്ഞൾ വില കുതിച്ചുയരുന്നു. മഞ്ഞൾപ്പൊടി കിലോയ്ക്ക് 350 രൂപ മുതൽ 450 രൂപ വരെയാണ് ഉയർന്നത്. ഓണക്കാലത്തെ വില ഇനിയും വർദ്ധിക്കുവാനാണ് സാധ്യത. ഇക്കുറി ഓണത്തിന് സാമ്പാറിനും അവിയലിനും അടക്കം അല്പം മഞ്ഞനിറം കുറയും. മഞ്ഞളിന് സമീപകാലത്തെങ്ങുമില്ലാത്ത രീതിയിലുള്ള വിലവർധനമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 150 രൂപ വരെയായിരുന്നു ഉണങ്ങിയ മഞ്ഞളിന്റെ വില. ഇക്കുറിയത് 200-ന് മേലെയായി. മഞ്ഞൾപ്പൊടിക്ക് 350 രൂപ മുതൽ 450 രൂപ വരെയായി ഉയർന്നു. വീടുകളിലും പറമ്പുകളിലും ചെയ്തിരുന്ന മഞ്ഞൾ കൃഷിയും നന്നേ കുറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനവും വരൾച്ചയും കാരണം കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് മഞ്ഞളെത്തുന്നതും വിപണിയെ ബാധിച്ചു. കച്ചവടം തുടങ്ങിയിട്ട് 6 വർഷത്തോളമായി നമ്മളിവിടെ കച്ചവടം തുടങ്ങിയിട്ട്. അതിനുശേഷം മഞ്ഞളിന് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ മഞ്ഞളിന് വില കൂടുന്നത്. ഇത്ര വലിയൊരു മഞ്ഞളിന്, മുളകിന് എല്ലാ സാധനത്തിനും വില കൂടി. മഞ്ഞളിന് ആദ്യമായിട്ടാണ് ഇത്ര വില കയറി വരുന്നത്. ഇന്നേ വരെ ഇത്ര വില ആയിട്ടില്ല. ഇനിയിപ്പോൾ ഓണാകുമ്പോഴത്തേന് ഇനിയും കൂടാനാണ് സാധ്യത എന്ന് പറഞ്ഞത്. മഞ്ഞളുടെ വരവ് കുറഞ്ഞ് മഞ്ഞൾ തമിഴ്നാട്ടിൽ കിട്ടാനില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അത് കൂടി വരാനാണ് സാധ്യത. ഓണമൊക്കെ ആകുമ്പോഴത്തേന് കൂടുതൽ എടുക്കുമ്പോൾ കൂടുതലായിട്ട് കയറി വരാനാണ് സാധ്യത. മഞ്ഞളിന്റെ ലഭ്യതക്കുറവ് മഞ്ഞൾപ്പൊടിയുടെ കയറ്റുമതിയെയും ബാധിച്ചിട്ടുണ്ട്. ഓണമെത്തുന്നതോടെ മഞ്ഞളിന്റെ ആവശ്യകതയും വർദ്ധിക്കും. ഇതോടെ വില ഇനിയും കുതിച്ചുയരും. മഞ്ഞളിന് സമീപകാലത്തെങ്ങുമില്ലാത്ത രീതിയിലുള്ള വിലവർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ കൃഷി കുറഞ്ഞതും തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള വരവ് കുറഞ്ഞതുമാണ് മഞ്ഞളിന്റെ വില വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഓണമാവുന്നതോടെ വില ഇനിയും വർദ്ധിക്കുവാനാണ് സാധ്യത. ഷൈജു KP-ക്കൊപ്പം അനഘ റേച്ചഭരതൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായുള്ള ത്രിദിന സന്നാഹ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ശ്രീലങ്ക 11 ഭേദപ്പെട്ട സ്കോറിലേക്ക്. കൊളംബോയിൽ നടക്കുന്ന മത്സരത്തിന്റെ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ലങ്ക 8 വിക്കറ്റ് നഷ്ടത്തിൽ 363 റൺസ് എടുത്തിട്ടുണ്ട്. രവീന്ദ്ര ജഡേജ, മാനവ് സുതാർ, കുൽദീപ് യാദവ് എന്നിവർ 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. വലതുവിരലിന് പരിക്കേറ്റ നായകൻ ശുഭ്മാൻ ഗില്ലിന്റെ അഭാവത്തിൽ KL രാഹുലാണ് ഈ മത്സരത്തിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. ഓപ്പണിംഗ് ബാറ്റർമാരുടെ കരുത്തിലാണ് ശ്രീലങ്ക ഇന്ത്യക്കെതിരെ റൺസ് അടിച്ചുകൂട്ടിയത്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.